भारत माता की जय। നന്ദി. വിവരസാങ്കേതിക വിദ്യ നവമാധ്യമ വിഭാഗത്തിന്റെ ഡിജിറ്റൽ കോൺക്ലേവ്. BJP നേതാക്കളും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽപ്പെട്ടവരും അഭിപ്രായ രൂപീകരണത്തിൽ പങ്കാളികളാകുകയാണ് ഇവിടെ. പുതിയ കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നിർദ്ദേശങ്ങളും രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. വികസന കാര്യങ്ങളിൽ കേരളം പരമ്പരാഗത ചട്ടക്കൂടുകൾക്ക് പുറത്തു കടന്ന് ചിന്തിക്കുകയും പുതിയ ചക്രവാളങ്ങൾ സ്വപ്നം കണ്ട് അവ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു തിരിഞ്ഞുനോട്ടം ആവശ്യം തന്നെയാണ്. പുതിയ കേരളത്തിനായി ഓരോരുത്തരും പ്രതീക്ഷയുടെ വക്കിലാണ്. നാം ഓരോരുത്തരും കാത്തിരിക്കുന്നതും അത്തരത്തിലുള്ളൊരു പുതിയ കേരളത്തിനായി തന്നെയാണ്. പുതിയ ഭാരതത്തോടൊപ്പം മാറാൻ കേരളത്തിന് സാധിക്കുക തന്നെ വേണം. ആമുഖ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഹൈടെക് ക്യാമ്പയിൻ കൺവീനർ, സ്റ്റേറ്റ് ഇൻചാർജ് ഓഫ് IT ആൻഡ് സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് കേരള, S. ജയശങ്കർ അവർകളെ. പ്രിയ സുഹൃത്തുക്കളെ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സുപ്രധാനമാണ്. അഴിമതിക്കറ തൊട്ടു തീണ്ടാത്ത ജാതി, മത, വർണ്ണ, വർഗ, ലിംഗഭാഷ, ദേശരാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒന്നായി കാണുന്ന വികസനത്തിൻ്റെ പുതുവെളിച്ചം പകർന്ന് സമൂഹത്തിന് പുത്തൻ ദിശാബോധം നൽകുന്ന കേന്ദ്ര സർക്കാരിനെയാണ് കേരളം മാതൃകയാക്കേണ്ടത്. ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA സർക്കാരിലാണ് ഇന്ന് രാജ്യം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഇതേ പാത പിന്തുടർന്ന് പുതിയ കേരള മാതൃക സൃഷ്ടിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. അഴിമതി മുക്തമായ, സ്വജനപക്ഷപാതമില്ലാത്ത, വികസനത്തിന് മുഖ്യ പ്രാധാന്യം നൽകുന്ന കേരള രചനയ്ക്കായി BJP വിവര സാങ്കേതിക വിദ്യ നവമാധ്യമ വിഭാഗം സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ കോൺക്ലേവാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ കോൺക്ലേവിൻ്റെ വിവിധ പതിപ്പുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തും നടക്കും. ഈ പരിപാടിയിൽ വിവിധ ദേശീയ നേതാക്കളും വിവിധ സംസ്ഥാന നേതാക്കളും അവരുടെ ആശയം ജനങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കും. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ, BJPയുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ ലോകം മുഴുവൻ ഈ സംവാദം, ഈ ആശയവിനിമയം ആസ്വദിക്കും. പുതിയ കേരളത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുവാൻ വേദിയൊരുക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. വികസന പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളും കോട്ടങ്ങളും കാണിക്കുന്നതിനോടൊപ്പം പുത്തൻ കാഴ്ചപ്പാടുകൾ, നയങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ കോൺക്ലേവിലൂടെ BJP നേതാക്കളും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരും അഭിപ്രായ സ്വരൂപീകരണത്തിൽ പങ്കാളികളാവും. അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു കേരളം, ഒരു പുത്തൻ കേരളം, ഒരു പുതിയ കേരളം, അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇത് വീക്ഷിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ആയിരക്കണക്കിന് ആയിട്ടുള്ള മലയാളികളായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഈ രാജ്യത്തെ ജനങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. നന്ദി. പുതിയ കാലഘട്ടത്തിൽ തീർച്ചയായും നൂതനമായിട്ടുള്ള ടെക്നോളജിയുടെ സാന്നിധ്യത്താൽ, സഹകരണത്താൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് ഇനിയും ആവശ്യമായിട്ടുള്ള പുതിയ സംരംഭങ്ങളോടൊപ്പം തന്നെ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെ അത്ഭുതകരമായി നോക്കിക്കാണുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് ഈ വേദിയിൽ അതിനും സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. വെർച്വൽ റിയാലിറ്റി ഇനോഗ്രേഷൻ നടക്കാനിരിക്കുന്നു. തലസ്ഥാന നഗരിയുടെ സമര പോരാട്ടങ്ങൾക്ക് കരുത്തും ആവേശവുമായി മുന്നിൽ നിന്നും നയിക്കുന്ന ജനനേതാവ് അഡ്വക്കേറ്റ് VV രാജേഷ്, BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ,
തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ തുടങ്ങി സുപ്രധാന പദവികൾ വഹിച്ചു വരുന്ന അദ്ദേഹമാണ് ഇന്ന് വിർച്വൽ റിയാലിറ്റി ഇനോഗ്രേഷൻ ഈ വേദിയിൽ സാധ്യമാക്കുന്നത്. കാഴ്ചയിലേക്ക്. നമസ്കാരം. ഈ ഡിജിറ്റൽ കോൺക്ലേവിൽ നേരിട്ട് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 1-2 പരിപാടികൾ വന്നതിനാലാണ് നേരിട്ടെത്താൻ സാധിക്കാത്തത്. എന്നാൽ അഭിമാനമുണ്ട്, ഇത്തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമുക്ക് പരമാവധി നേരിട്ട് പ്രവർത്തകരുമായിട്ടും ജനങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിക്കുന്നു. തിരുവനന്തപുരത്ത് ഈ ഡിജിറ്റൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്ന BJP IT ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു, എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ കോൺക്ലേവിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ, ഖുശ്ബു സുന്ദർ എന്നിവർ നേതൃത്വം നൽകുന്ന, അവർ പങ്കെടുക്കുന്ന ഈ ഡിജിറ്റൽ കോൺക്ലേവിലൂടെ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ മേഖലകളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യാം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നരേന്ദ്രമോദിജി നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി അവതരിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും അക്ഷരാഭ്യാസം ഇല്ലാത്ത ജനത ഉൾപ്പെടെയുള്ള ഭാരതത്തിന് ഒരു ആശങ്കയായിരുന്നു. പലരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ നമ്മൾ 6 വർഷം പിന്നിടുമ്പോൾ, നരേന്ദ്രമോദിയുടെ കീഴിൽ 6 വർഷം പിന്നിടുമ്പോൾ ഈ രാജ്യത്തെ സമസ്ത മേഖലകളിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുവാൻ വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾ പോലും പ്രാപ്തരായിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ളതിലേക്ക് നമുക്ക് അഭിമാനം നൽകുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും BJP IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിജിറ്റൽ കോൺക്ലേവ്, അതോടൊപ്പം തന്നെ അതിനൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന ഈ രീതി, ഈ പ്രവർത്തന പദ്ധതി കേരളത്തിന് പരമാവധി ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഡിജിറ്റൽ കോൺക്ലേവിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പലരും തിരിഞ്ഞു നോക്കി അല്ലേ, കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരിക്കും എന്നുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു നൂതന സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റും. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നന്ദി അദ്ദേഹത്തിന് രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പുതിയ പുതിയ പ്രതീക്ഷകളാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളം എന്ന് പറയുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കണം മാറ്റങ്ങളുടെ കേരളം എന്നത്. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമുക്ക്, നമ്മളിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ലോക മലയാളികൾക്ക്, കേരളത്തിലെ ഓരോ മലയാളികൾക്കും കേരളത്തെക്കുറിച്ച് പുതിയ ആശങ്കകളാണ്. അവരുടെ വ്യൂ പോയിന്റിൽ എന്നാണ് കേരളം ഇനി എങ്ങനെയാണ് ആകേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക്. IT ഹബ്ബായ കൊച്ചിയിൽ ഇപ്പോൾ ശരിക്കും നോക്കിയാൽ രാത്രി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. വെളിച്ചമില്ല, അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കാൻ നമ്മൾ പറയാണ് IT ഹബ്ബായ കൊച്ചിയിൽ വെളിച്ചമില്ല എന്നുള്ളത്. സ്ത്രീപീഡനങ്ങളുടെ നാടായി തീർന്നിരിക്കുന്നു കേരളം. ഉദാഹരണത്തിന് വാളയാറിലെ 2 പെൺകുട്ടികളുടെ മരണം, അവരുടെ അമ്മയ്ക്ക് തല മുണ്ടനം ചെയ്യേണ്ടി വന്നു നീതി കിട്ടാൻ. എന്നിട്ടും ഇതുവരെ അവർക്ക് നീതി ലഭിച്ചിട്ടില്ല. ഞാൻ 12 കൊല്ലമായി ഇവിടെ ഈ സ്ഥാപനം നടത്തിയിരുന്നു. ആദ്യമായി ഒരു ചെറിയ സ്ഥാപനം, ഒരു കമ്പ്യൂട്ടർ വായിച്ച് ആദ്യമായി തുടങ്ങിയ ഒരു സ്ഥാപനം. ഒരുപാട് നാൾ ലോണിന് വേണ്ടിയും എല്ലാം അലഞ്ഞു. അതിനുശേഷം PMRY അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോചന വഴി ഞാൻ ലോൺ എടുക്കുകയും കളർ മെഷീൻ എടുക്കുകയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെഷീൻ, ഒരുപാട് വിലയുള്ള മെഷീനുകളാണ്. ഇതുപോലെ തന്നെയുള്ള ഒത്തിരി പദ്ധതികൾ, ലോൺ, ചികിത്സാ സൗകര്യങ്ങൾ, ഗ്യാസ് പദ്ധതികൾ, അങ്ങനെ ഒരുപാട് പദ്ധതികൾ പ്രധാനമന്ത്രി നടപ്പിലാക്കുന്നുണ്ട്. ഒന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് പേരെ എനിക്കിത് പറഞ്ഞു കൊടുക്കാനും ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മുദ്ര ലോൺ ബാങ്കുകളിൽ നിന്ന് തരപ്പെടുത്തി കൊടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള വഴിയരികിലൊന്നും അഴുക്കുകളൊന്നും ഇടാൻ പാടില്ല. ഇപ്പം ഈ റോഡിൽ തന്നെ എന്തോരം അഴുക്കുകളാണ് കിടക്കുന്നത്. ഇതൊന്നും മാറ്റുന്നില്ലല്ലോ. അതാണ് നമ്മുടെ വിഷയം. ഞാൻ ഇടക്കൊച്ചിക്കാരിയാണ്. ഞാനൊരു സഭയുടെ അരിയിലുള്ളതാണ്. മഴ വന്നാൽ ഒഴുകിപ്പോണ വെള്ളം പോകാനുള്ള വഴിയൊന്നുമില്ല. എല്ലാവരും ഇടച്ചു വെച്ചിട്ട് ഞങ്ങളുടെ വഴി കൊടുക്കണമെന്നാണ് പറയണത്. ഞങ്ങളുടെ മുറ്റത്താണ് ഈ വെള്ളമെല്ലാം നിൽക്കണം. ഇതിനൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. ചേച്ചി അന്നും കിടക്കണം, വെള്ളം പെരയില്ലാതെ കിടക്കണം, ഇന്നും കിടക്കണം. സ്ഥലത്തിന് പട്ടയം കിട്ടിയ മുന്നാധാരമാണ് കിട്ടിയത്. 4 ലക്ഷം രൂപ പാസ്സായിട്ട് അതൊന്നും കിട്ടിയിട്ടില്ല. കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, എല്ലാ പാർട്ടിയിലും നടക്കുന്നുണ്ട്. പക്ഷെ ഇത് അതിൽ പോയിട്ട് നമുക്കൊരു പ്രതിഫലം ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ പുതിയ കേരളത്തിനായിട്ട് തന്നെ ചിന്തിക്കണം. കഴിഞ്ഞ കുറേ കാലങ്ങളായി UDF-ഉം LDF-ഉം പരസ്പര ധാരണയോടുകൂടി
നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഓരോ ജനതയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പാലാരിവട്ടം പാലമാണ്. അഴിമതി നടന്നു എന്ന് ജനത്തിന് മുഴുവൻ അറിയാം. പക്ഷേ ഇവരെന്ത് നടപടിയെടുത്തു? രണ്ടുപേരുടെ അണ്ടർസ്റ്റാൻഡിങ് നടത്തിയതുകൊണ്ട് ഒരാളെ പോലും ജയിലിലിട്ടിട്ടില്ല. ഇനി അത് നമുക്ക് മാറി ചിന്തിക്കണം. മാറി ചിന്തിക്കാനുള്ള സമയമായി. മാറ്റം വരണം. ഇനി എന്താ വേണ്ടത്? മോഡിയോടുകൂടി നിന്ന് ഈ കേരളം മുന്നോട്ട് പോകണം. അതെ, ഇനി നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ കേരളത്തിനായി മോദിക്കൊപ്പം. ആയിരത്തി 1957 ആദ്യത്തെ കേരള മന്ത്രിസഭ ഉരുവായത് മുതൽ ഇന്നുവരെ ഇടതു വലതു പാർട്ടികൾ മാറി മാറി ഭരിച്ചിട്ടും എന്താണ് കേരളത്തിന്റെ വികസനം? നമ്മുടെ അയൽ സംസ്ഥാനങ്ങളുടെ വികസന വേഗത്തെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത് വരാറുണ്ട്. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോവുകയാണെങ്കിൽ തന്നെ ഒരു 4 വരി പാതയുണ്ടോ? നമുക്ക് എന്ത് വികസനമാണെന്നാണ് പറയണത്? ഒരു നല്ല റോഡില്ല, 4 വരി പാതയില്ല, പാലമുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. വൈറ്റിലെ പാലത്തിൻ്റെ പണി കഴിഞ്ഞു, ഇരട്ടി ബ്ലോക്കാണ്. ഇപ്പോൾ കുണ്ടന്നൂർ പാലം എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു മേൽപ്പാലം മാത്രം, ഒരു ഫ്ലൈ ഓവറായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റും നമുക്ക്. പാലാരിവട്ടം പാലത്തിൻ്റെ പണി കഴിഞ്ഞു, ഇരട്ടി ബ്ലോക്കാണ്. ആ പാലത്തിൻ്റെ പണി ചെയ്യാൻ വേണ്ടി നമ്മളടുത്തുനിന്ന് പൈസ വാങ്ങി, അത് പൊളിക്കാനും നമ്മളടുത്തുനിന്ന് പൈസ വാങ്ങി, മൂന്നാമത് അത് ഉണ്ടാക്കാനും നമ്മളടുത്തുനിന്ന് പൈസ വാങ്ങി. ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അവിടുത്തെ വികസനം, അവിടുത്തെ ഫ്ലൈ ഓവറൊക്കെ നോക്കി നോക്കൂ. കമ്പയർ ചെയ്യുമ്പോഴേ നമ്മൾ ആ വികസനം അങ്ങനെ വേണം കമ്പയർ ചെയ്യാൻ. കേരളത്തിൽ വികസനം മുരടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. വികസനത്തിൽ 30 വർഷം പിന്നോട്ടടിക്കുന്ന ഭരണം, സ്വന്തം മണികൾക്കു വേണ്ടിയും ബന്ധുജനങ്ങൾക്കു വേണ്ടിയും അഴിമതി നടത്താൻ മത്സരിക്കുന്ന രാഷ്ട്രീയമല്ലേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്? ഇന്നത്തെ നാടിന്റെ അവസ്ഥ ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം. ബന്ധു നിയമനം PSC വഴി അല്ലാതുള്ള അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കേരളം. ഇന്ന് ഗവൺമെന്റിൽ നടക്കുന്നത് എന്താണ്? അവരവരുടെ ആൾക്കാരെ അകത്തിരുത്തി നല്ല സ്ഥാനങ്ങളിൽ ഇരുത്തുക എന്നുള്ളൊരു പദ്ധതി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരുമാതിരി പേപ്പറിലും TV-യിലൊക്കെ കാണുന്നതാണ് നമ്മൾ. എല്ലാ മന്ത്രിമാരുടെയും ആരെങ്കിലും ഒരാൾ, ഒന്നുമില്ലേ ഭാര്യ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മരുമകൻ, അങ്ങനെയുള്ള റിലേഷനെ ഉള്ളിൽ കടത്തി നല്ല നല്ല സീറ്റുകളിൽ ഇരുത്തുക, എന്നിട്ട് ഭരണം നടത്തുക എന്ന് പറയുമ്പോൾ അവരുടെ ചിന്താഗതിയും അവരുടെ പറയുന്ന ഗവൺമെൻറ് എന്ത് പറയുന്നുവോ അതുപോലെ നടക്കണം പബ്ലിക്ക് എന്ന് മാതിരി സംസാരിക്കാനാണ് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഒരു വല്ലാത്തൊരു പ്രോപ്പഗാൻഡയാണ്. നമ്മുടെ യുവാക്കൾ ഈ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് അവരുടെ ബന്ധുക്കൾക്ക് മാത്രമല്ലേ ജോലി കൊടുക്കുന്നുള്ളൂ, ഗവൺമെൻറ് ജോലിക്കൊക്കെ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയൊന്ന് മാറി ചിന്തിക്കാം നമുക്ക്. ഞാനൊരു PhD സ്കോളറാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ഈ വേക്കൻസിയിൽ സീറ്റ് കിട്ടിയത്. ആസ് യൂഷ്വൽ എല്ലാവരെ പോലെ സർക്കാർ ജോലിയിൽ എനിക്കും താല്പര്യമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു റിസർവേഷൻ കാറ്റഗറിയോ അല്ല. അപ്പോൾ ബെറ്റർ പുതിയ കേരളത്തിനായി നമ്മൾ മാറി ചിന്തിക്കാം. ഒരു മാറ്റം അതല്ലേ നല്ലത്. ഓരോ ഭരണകാലത്തും അവർ മത്സരിച്ച് അഴിമതി നടത്തുന്നു, എന്നിട്ട് പരസ്പരം പഴിചാരുന്നു. അവരുടെ വികസനം നാടിൻ്റെയും നാട്ടുകാരുടെയും വികസനമല്ല, മറിച്ച് സ്വന്തം വീടിൻ്റെയും വീട്ടുകാരുടെയും വികസനം മാത്രമാണ്. ഈ നാടിൻ്റെ ഈ അവസ്ഥ മാറേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മാറി ചിന്തിക്കാം ഒരു പുതിയ കേരളത്തിനായി മോദിക്കൊപ്പം. എന്ത് കാര്യത്തിനും ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു വ്യക്തി ഭാരതത്തിൽ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിജി മാത്രമാണ്. ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഈ ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ ഇവിടെയുള്ള എല്ലാ കള്ളപ്പണവും നിന്നു. നിശ്ചലമായി ഒരു റിയൽ എസ്റ്റേറ്റിന്റെ മാഫിയയും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ ഇദ്ദേഹം നടത്തിയ ഈ ഒരേ ഒരു കാര്യം. ഇപ്പോഴത്തെ ഭരണത്തെ നിങ്ങൾ എങ്ങനെയാണ് ഒന്ന് വിലയിരുത്തുന്നത്? അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒരു ഘോഷയാത്ര തന്നെയല്ലേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്? കാറി അഴിമതി, മണൽ കൊള്ള, ബാർ തട്ടിപ്പ്,
ബ്രുവറി തട്ടിപ്പ്, ബന്ധു നിയമനം, PSC ചോദ്യപേപ്പർ ചോരൽ, ഹെലികോപ്റ്റർ അഴിമതി, മാർക്ക് ദാനം, ലൈഫ് മിഷൻ അഴിമതി, പ്രളയ ഫണ്ട് മുക്കൽ, കിഫ്ബിയുടെ സാമ്പത്തിക തട്ടിപ്പ്, സ്പ്രിംഗ്ലർ, മസാല ബോണ്ട്, സ്വർണ്ണ കള്ളക്കടത്ത്, ഈന്തപ്പഴത്തിന്റെ പേരിൽ, മതഗ്രന്ഥങ്ങളുടെ പേരിൽ സ്വർണ്ണ തട്ടിപ്പ്, K-ഫോൺ അഴിമതി, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഇരുട്ടിലാഴ്ത്തുന്ന കടൽ കൊള്ള. എന്തിനു പറയുന്നു? ഭക്ഷണ കിറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പോലും അവർ അഴിമതിയിൽ മുങ്ങിത്താഴുന്നു. നാടിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിന്റെയും മാഫിയ ഇടപാടുകളുടെയും വിളനിലമായി സരിത സ്വപ്നമാരുടെ വിഹാര കേന്ദ്രമായി മാറുന്നു. അവിടെ അവർ പറയുന്നു, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ തൊഴിലില്ല. ഭരിക്കുന്നവർ സ്വന്തം വീട്ടുകാരെയും പാർട്ടിക്കാരെയും തിരികെ കയറ്റാൻ മത്സരിക്കുകയാണ്. ജനത്തിന്റെ വിശ്വാസത്തെ കൊള്ളയടിച്ച് ജനത്തെ വഞ്ചിക്കുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ എപ്പോഴും നൽകുന്ന ഒരു ഭരണവർഗത്തെയാണ് കേരളം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ വഞ്ചിക്കാനുള്ള മറകൾ സൃഷ്ടിക്കലാണ്. എന്നിട്ട് ഒരു ഭരണകാലം മുഴുവൻ അവർ ആ തെറ്റുകളെ ന്യായീകരിക്കുന്നു. പുതിയതെന്ന് പറയുമ്പോൾ തന്നെ പഴയത് മാറുക എന്നുള്ളതാണല്ലോ. പഴയ സംവിധാനങ്ങൾ തിരുത്തി കുറിച്ച് ഒരു പുതിയ സംവിധാനം വരണമെന്നുണ്ടെങ്കിൽ പുതിയ പ്രസ്ഥാനങ്ങൾ കടന്നു വരണം. അതിനിപ്പോൾ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള BJP ആണ്. ഇവിടെ നമ്മൾ കാണുന്നത്, ഞങ്ങളെല്ലാം വക്കീലന്മാരായതുകൊണ്ട് പറയണം, ഇവിടെ ഒരു സൈഡിലെ സോളാർ ആകുമ്പോൾ ഇതുപോലത്തെ അഴിമതി മൂടി വെക്കാനായിട്ട് ഒരു പക്ഷം ഒരു സൈഡിൽ കൂടെ ശ്രമിക്കുമ്പോൾ അവരുടെ കൊലപാതക കേസുകൾ ഒരു സൈഡിൽ കൂടെ ഒളിച്ചു കിടത്തുകയാണ്. അപ്പുറം ഈ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പം ഇതിനൊക്കെ ചിലവഴിക്കുന്ന സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്ന് ഈ പൈസ എടുക്കുന്നതൊക്കെ ചിലവാക്കുന്നത് ഇവിടുത്തെ ഓട നികത്തേണ്ടതും അല്ലെങ്കിൽ ഇവിടെ റോഡ് ശരിയാക്കേണ്ടതും ഒക്കെ പൈസയാണ്. ഈ പൈസ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക്, ഇവരെ രാഷ്ട്രീയ ലക്ഷ്യം അപ്പുറവും ഇപ്പുറവും മാറി മാറി ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെയൊക്കെ പൈസ മുടക്കി വേസ്റ്റ് ആക്കണം, നിയമ സംവിധാനങ്ങളെ നോക്കൂത്തിയാക്കണം എന്നുള്ള കാര്യമാണ് ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് മാറിയിട്ട് പുതിയൊരു കേരളം മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഈ പഴയ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ മാറി ഈ മറ്റേ അഴിമതിക്കാരെയും കൊലപാതകളെയും സംരക്ഷിക്കുന്ന സംവിധാനത്തിൽ നിന്ന് മാറി മുന്നോട്ടുള്ള സംവിധാനത്തിലേക്ക് വരണം. അതിന് ഒരു പുതിയ ദിശാബോധം ആവശ്യമാണ്, പുതിയൊരു നാഷണലിസ്റ്റ് കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. 67 വർഷത്തെ ദേശസേവനത്തിന് ശേഷം ഇനിയും കേരളത്തിൽ എന്തെങ്കിലും സേവനം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശയം എനിക്കുണ്ടായി. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ BJPയിൽ ചേരുവാൻ തിരിച്ചപ്പെടുത്തിയത്. കാരണം ശരിക്ക് ആത്മാർത്ഥമായി സത്യസന്ധതയോടുകൂടി ദേശത്തെ സേവിക്കണമെങ്കിൽ BJPയുടെ കൂടെ നിൽക്കാൻ തന്നെ വേണം. ചെറുപ്പക്കാരായ കുട്ടികൾ പഠിച്ചിറങ്ങുന്നവർക്ക് തൊഴിൽ കിട്ടണം. പുതിയൊരു മാറ്റം വരും, ഇലക്ഷന് മാറ്റം വരും. കേരളത്തിനൊരു പുതിയൊരു മാറ്റം ആവശ്യമാണല്ലോ ഇപ്പോൾ. അപ്പോൾ ശ്രീധരൻജിയുടെ ആ ഒരു ഇതും നമ്മളെ മെട്രോയിൽ, കൊച്ചി മെട്രോയും ഡൽഹി മെട്രോയും ഒക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾക്കാർ ഇതിനകത്തോട്ട് വരുമ്പോൾ നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെങ്ങനെ അവരുടെ ആൾക്കാർ ഭരിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യുള്ളൂ. ഈ വ്യക്തി അങ്ങനെയല്ല. ഈ വ്യക്തി ചെയ്യണത് എല്ലാവരും ഒരുപോലെയാണ് ഈ വ്യക്തി കാണുന്നത്. ഭരിച്ച ആൾക്കാർ തന്നെ വേണ്ട, പുതിയ ആൾക്കാർ വരട്ടെ, അതാണ് നല്ലത് അല്ലേ? പുതിയ കേരളം, അപ്പോൾ പുതിയ ആൾക്കാർ വരട്ടെ. പുതിയ ഭരണത്തിന് മാറ്റങ്ങൾ വരണം. നമ്മുടെ നാടിന്റെ സാമ്പത്തിക രംഗത്തും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഭക്ഷ്യസുരക്ഷാ രംഗത്തും നമ്മൾക്ക് ഇതുവരെ നേട്ടങ്ങൾ നേടാൻ സാധിച്ചിട്ടില്ല. ഈ നാട്ടിൽ നടക്കുന്ന അക്രമ രാഷ്ട്രീയവും സമുദായ പ്രീണനവും വിശ്വാസം സംരക്ഷിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് തിരിച്ചടിയാവുന്നു. നാടിന്റെ നന്മയ്ക്കായി, നാട്ടുകാരുടെ സകലരുടെയും ക്ഷേമത്തിനായി, വിശ്വാസം സംരക്ഷിക്കാൻ, നാടിന്റെ വികസനത്തിനായി, അഴിമതിയില്ലാത്ത സൽഭരണത്തിനായി, ഉദ്യോഗാർത്ഥികളുടെ ക്ഷേമത്തിനായി, കേരളത്തിലെ ഓരോ അണുവിലും ജനക്ഷേമം ഉറപ്പുവരുത്താൻ, ലോകോത്തര നിലവാരത്തിൽ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളിനി മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ കേരളത്തിനായി മോദിക്കൊപ്പം. ഇനി നമുക്ക് മാറി ചിന്തിക്കാം. പുതിയ കേരളത്തിനായി മോദിക്കൊപ്പം. ഇനി നമുക്ക് മാറി ചിന്തിക്കാം. പുതിയ കേരളത്തിനായി മോദിക്കൊപ്പം.
ഇനി നമുക്ക് മാറി ചിന്തിക്കാം പുതിയ കേരളത്തിനായി മോദിയോടൊപ്പം. ഇനി നമ്മൾക്ക് മാറി ചിന്തിക്കാം പുതിയൊരു കേരളത്തിനായി മോദിക്കൊപ്പം. ഇനി നമുക്ക് മാറി ചിന്തിക്കാം പുതിയ കേരളത്തിനായി. നമുക്കും മാറി ചിന്തിക്കാം. ഇനി നമുക്ക് മാറി ചിന്തിക്കാം പുതിയ കേരളത്തിനായി. ഇനി നമുക്ക് മാറി ചിന്തിക്കാം ശ്രീ നരേന്ദ്രമോദിക്കൊപ്പം പുതിയ കേരളത്തിനായി. ഇനി നമുക്ക് മാറി ചിന്തിക്കാം. അതെ, ഇനി നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ കേരളത്തിനായി മോദിക്കൊപ്പം. മാറ്റങ്ങൾ വരട്ടെ, പുതിയ കേരളത്തിനായി നാം ഓരോരുത്തരും കാത്തിരിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്ന അതിഥികൾ നമ്മുടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അടുത്തതായി ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ദേശീയതയുടെ കൊടിക്കൂര പാറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ അശ്വമേധങ്ങൾക്ക് ശരവേഗം നൽകിയ കർമ്മയോഗി ആദരണീയ ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലവ് കുമാർ ദേവിന് പൗരാണിക പെരുമയുടെ മകുടോദാഹരണമായി വിളങ്ങുന്ന അനന്തപുരിയിലേക്ക് സ്വാഗതം. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി പുതിയ കേരളത്തിന്റെ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. നമ്മളോട് സംസാരിക്കുന്നതിനായി ശ്രീ ബിപ്ലവ് കുമാർ ദേവ്, ഹോണറബിൾ CM ഓഫ് ത്രിപുര. പ്ലീസ് വെൽക്കം സർ. For your few words, sir, please. കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. मेरे मित्रों, आज ही बहुत ही सुंदर कार्यक्रम यहाँ होने चल रहे हैं. माननीय प्रधानमंत्री नरेंद्र भाई मोदी जी डिजिटल भारत देखना चाहते हैं. इसके लिए उन्होंने नारा भी दिया, मेक इन इंडिया, मेड इन इंडिया, डिजिटल इंडिया. और आज उस नारे ने पूरे देश भर में एक नया जान लेके आए. कोरोना काल में, कोविड-19 में मोदी जी सभी भारतवासी के लिए जनधन अकाउंट नहीं खुलती. ये कोरोना में क्या होता? चावल मिलती, फंड ट्रांसफर होती गरीब के पास? नहीं होता. जब जनधन अकाउंट माननीय प्रधानमंत्री जी ने पूरे देश भर में बोला बे सेंट्रल में कोई भी बेनिफिशियरी स्कीम हो, ये जनधन अकाउंट माने अकाउंट के बिना नहीं हो सकता है, डिजिटली ही होगा. सबसे ज्यादा विरोध किसने किया? यहाँ के सत्ताधारी LDF ने किया. मेरे त्रिपुरा में भी वही लोग बैठे हुए थे, बहुत आंदोलन किया रास्ते में. मोदी जी ने पैसा लेने के लिए गरीबों का अकाउंट खुलवा रहा है और अकाउंट में डालेगा, मोदी जी लेके बड़े बिजनेसमैन को दे देगा, इसलिए अकाउंट मत खोलो. लोग अकाउंट नहीं खुल रहा था. मोदी जी तो मोदी जी है. मोदी जी ने बोला इस डेट के अंदर नहीं खुलोगे तो जिस स्टेट नहीं करेगा इनसे विदाई कर लेंगे. चलो, आपको नहीं चाहिए स्कीम, नहीं देंगे. तब जाके भारत में हर स्टेट में
हर गरीबों का अकाउंट था। इससे पहले अकाउंट किसकी होती थी? गवर्नमेंट एम्प्लॉय की होती थी, ऑफिसर की होती थी, कॉन्ट्रैक्टर का होता था, एस्टेब्लिश व्यक्ति की होती थी। अंत्योदय कोनो व्यक्ति का अकाउंट होती थी कि भारत में? बीपीएल परिवार की अकाउंट होती थी क्या? अधिकार नहीं है उनको, क्योंकि वो गरीब है, वो अंत्योदय से है। ये तो मोदी जी जिस पार्टी से है, वो पार्टी किसका पार्टी है? अंत्योदय का पार्टी है, अंतिम व्यक्ति का पार्टी है। दीनदयाल उपाध्याय जी ने बोला अंतिम व्यक्ति तक सरकार को पहुंचना है। मोदी जी ने उसी दिशा में काम किया और जनधन अकाउंट करके हर देश में हर परिवार के पास अकाउंट है। 1947 में देश स्वाधीन हुई और देश के हर परिवार के पास अकाउंट कब खुली? जब मोदी जी आई। इससे पहले क्यों नहीं खुली? इससे पहले इसलिए नहीं कि गरीब को शोषण कैसे करेगा? अकाउंट खुल जाएगा तो इनके पैसा हाथ में कैसे बांटेगा? कमीशन कैसे रखेगा? यूनियन कैसे चलाएगा? आज मोदी जी ने एक नया भारत दिया। यहां भी जो हमारे सोशल मीडिया का आज का जो कार्यक्रम हो रहा है, नया केरला का नारा दिया, न्यू केरला। सोशल मीडिया उसके माध्यम से केरला के साथ पूरे दुनिया को जोड़ना है और एक नया केरला बनाना है। मतलब डिजिटल केरला बनाना है, करप्शन फ्री केरला बनाना है। नहीं तो केरला में क्या 5 साल यूडीएफ 5 साल एलडीएफ, क्या इनके पास हमने उधार दे दिया क्या? केरला के लोगों ने जमींदारी इनका है क्या? इस जमींदारी जितना डिजिटल होगा इतना धीरे धीरे खत्म हो जाएगी इनकी जमींदारी। इसलिए आज सोशल मीडिया के माध्यम से पूरे दुनिया के पास हमारे बीच जो भी होता है वो सबके पास एक साथ शेयर हो जाता है। मेरे मित्रों, केरला में क्या समीकरण है? बोलता है इतने % क्रिश्चियन है, इतने % मुस्लिम है, इतने % हिंदू है। किसने बोला है? मैं मना नहीं कर रहा हूं। इसी मैथमेटिक्स के राजनीति होती है क्या? इसी में सत्ता आएगा जाएगा क्या? बिहार जात पात से बाहर निकल के, बिहार जात पात के बाहर निकल के डेवलपमेंट और रोजगार के ऊपर इलेक्शन हो सकता है, चाहे सत्ताधारी पार्टी हो और सत्ताधारी पार्टी नहीं हो। उत्तर प्रदेश जो कि जात पात के नाम से जाना जाता था इलेक्शन, वहां जात पात के नाम से इलेक्शन नहीं हुई। होती तो जोगी जी सीएम नहीं बनता। वहां मायावती, मुलायम सिंह का बेटा, और एक ही बेटा तो है सर, वो कौन सा बेटा? और एक बेटा है सोनिया जी का बेटा। बुआ के साथ दोनों भतीजा इकट्ठा हुआ, लोगों ने समीकरण बनाया जो वहां बीजेपी जीत ही नहीं सकता, क्योंकि यादव मुस्लिम और कांग्रेस इकट्ठा हो गया है, तो वहां सरकार तो नॉन बीजेपी का ही बनेगी। बना क्या? नहीं बना। तो जातीय समीकरण इलेक्शन जीता सकता है। मोदी के सामने जीती क्या? नहीं जीती। बिहार में जीती क्या? नहीं जीती। अभी बंगाल में दीदी जीतेगी क्या? जीतेगी। दीदी का विदाई हो चुका है, सिर्फ शहनाई बज रहा है। जैसे वोट होगी दीदी का विदाई हो चुका है। असम में भी इलेक्शन है। सर्बानंद सोनोवाल जी के नेतृत्व में सरकार 5 साल चली है। अभी क्या होने वाला है? दोबारा बीजेपी के सरकार आने वाले हैं। पुडुचेरी में
चला रहे थे, पहिया टूट गया है। और बाकी कहां रह गया? केरला में रह गया। रहना चाहिए क्या? आज जो हमने शपथ ली है, नया केरला बनाएंगे, एलडीएफ यूडीएफ रहते हुए बना सकते हैं क्या? आपको विश्वास है क्या? जब उत्तर प्रदेश में जातीय समीकरण नहीं चलती, बिहार में नहीं चलती, नॉर्थ ईस्ट में, मिजोरम में 99% क्रिश्चियन है, वहां एनडीए की सरकार है, मोदी का सरकार है। मेघालय में 70 से 80% क्रिश्चियन है, वहां एनडीए के सरकार है। मेरे मित्र वहां मुख्यमंत्री है कन्राड संगमा जी। नागालैंड में रियो साहब मुख्यमंत्री है, वह 90% क्रिश्चियन है। तो किसने बोला जहां संख्यालघु है वहां बीजेपी और एनडीए की सरकार नहीं होती? प्रेत मत मैंने बोला, कम्युनिस्ट ने, कांग्रेस के राहुल गांधी ने। ऐसा होता है क्या? ऐसा नहीं होती। बदल चुका है। ये मोदी का बदला हुआ भारत है। ये जात पात पंथ पे लड़ने वाला भारत नहीं है। आज भारत एक सर्वश्रेष्ठ देश बनना चाहता है, उस दिशा में नरेंद्र भाई मोदी काम कर रहा है। तो केरल पीछे कैसे रह सकता है? केरला पीछे कैसे रह सकता है? पीछे रहना चाहिए। आप देखिए ना, मैं जिस स्टेट से आता हूं, त्रिपुरा से, वहां भी तो हम लोगों को बोला जाता था 1.5% का पार्टी है, कैसे सरकार बनाएगा, क्या होगा इनका, इलेक्शन के बाद उनको कहां कहां विदाई करेंगे। कितना कुछ किया। 2 साल 3 महीने में देश में किसी पार्टी ने सरकार बना दिया। 0 से सत्ता में पहुंचने वाला एकमात्र भारतीय जनता पार्टी और कोई पार्टी नहीं है, और आगे भी पैदा नहीं होने वाला है। केरला में तो सीट है, विधायक है, काउंसिलर है। त्रिपुरा में कुछ नहीं था। इसलिए ये जो एलडीएफ यूडीएफ का चक्कर है, काल का चक्र बना हुआ है। घूमता है तो जाके 5 साल ये, घूमता है 5 साल ये। जैसे जमींदारी सौंप दिया केरला के लोग। अरे केरला के लोग मिडिल ईस्ट में जाके समुद्र, जो मरुभूमि में मेहनत करके नया दिशा और दशा दे सकता है, तो आपने राज्य में क्यों नहीं दे सकता? मेरे नौजवान भाई को मैं बोलूंगा, आज त्रिपुरा को देखिए। इतना कम समय में नरेंद्र भाई मोदी जी ने त्रिपुरा को कहां से कहां पहुंचा दिया है। आज त्रिपुरा में प्राइमरी सेक्टर का ग्रोथ केरला से ज्यादा है। कभी कल्पना किया था आप लोगों ने? प्राइमरी सेक्टर की ग्रोथ केरला से ज्यादा है। एमएसएमई सेक्टर में ग्रोथ केरला से ज्यादा है। टीचर स्टूडेंट रेशियो केरला से ज्यादा है। बीस साल के ऊपर महिला को शादी का जो मात्रा त्रिपुरा में 40% है, केरला में 5.2% है। मतलब केरला में 18 साल के नीचे महिला का शादी हो जाती है। महिला सशक्तिकरण की बात करते हैं। केरला में जब मुस्लिम बहनों हैं, उनको पता नहीं है इनको 3 तलाक से मुक्ति किसने दिया? एलडीएफ ने दिया, यूडीएफ ने दिया, किसी ने नहीं दिया। दिया तो समाज सुधारक नरेंद्र भाई मोदी ने दिया। 3 तलाक से मुस्लिम बहनों का मुक्ति दिलवाया। राजा राममोहन राय ने सतीदाह प्रथा रद्द किया था। ईश्वर चंद्र विद्यासागर ने विधवा विवाह चालू किया था। और
आज की भारत में नरेंद्र भाई मोदी जी ने 3 तलाक को खत्म किया। बहुत बड़ी बात है बंधु, बहुत बड़ी बात है। मोदी जी के काल में ही 370 धारा विलुप्त कर दी गई है। आर्टिकल 35 देश से विताड़ित कर दिया गया है। 2 नया केंद्र शासित राज्य हुआ है और इन दोनों में जब इलेक्शन होती है लोकल बॉडी की, तो मोदी जी के पार्टी की जीत होती है। क्या बोलता था? 370 में हाथ लगाएगा तो भारत में आग लग जाएगा। कहां आग लगी? कहीं नहीं लगी। जो कश्मीर में लूटने के खाने वाले जो 2-3 परिवार हैं, उनको आग लगी, कश्मीर के जनता को नहीं लगी। तो इसलिए मित्रों, मैं बोल रहा हूं, मोदी जी जिस दिशा में लेके जाना चाहता है, हम लोगों को, हर जवानों को, हर नौजवानों को उस दिशा में डिजिटल इंडिया को लेके जाना है। आज यहां एक सुंदर शुरुआत हो रहा है नया केरला की। मुझे बताया गया है जो 1 लाख लोग एक साथ इसमें रीच करता है, रीच करेगी। बहुत अच्छी बात है। इस सोशल मीडिया के थ्रू मोदी जी के हर बात सबके पास पहुंचना चाहिए बंधु। इससे बड़ा जो यंत्र है हमारे पास और कुछ नहीं है। मैं प्रिंट तो देखता पूरे दिन नकारात्मक, इनके पीछे लगना, उनके पीछे लगना, वही काम करता है। इसलिए कम्युनिस्ट की साइट के लोकप्रियता नहीं है। मोदी जी के साइट में कितना लोग आता है, कितने लोग रीच करता है, कितने फॉलोअर है? कम्युनिस्ट के साइट में है क्या? गांधी फैमिली के साइट में है क्या? नहीं है, क्योंकि वो लोग नकारात्मक ट्वीट करता है, नकारात्मक प्रचार करता है, भारत विरोधी मानसिकता रखता है। मोदी जी सकारात्मक प्रचार करता है, एक उसमें जोश रहता है, उसमें विश्वास रहता है। और सोशल मीडिया के माध्यम से भारत के हर नौजवान को मोदी जी के साथ जोड़ना है, तो न्यू इंडिया, न्यू केरला बहुत जल्दी तैयार हो जाएगी। मेरे मित्रों, आप लोगों ने बहुत अच्छा काम किया। आज जो शुरुआत होने जाने वाला है, वो इलेक्शन तक इसको सीमित नहीं रखना, इसको आगे भी बढ़ाना है। ऐसे में भी बहुत अच्छे दिन में यह इलेक्शन हो रहा है। कौन सी दिन हो रहा है? 6 अप्रैल को हो रहा है। 6 अप्रैल को यहाँ इलेक्शन हो रहा है। उस दिन भारतीय जनता पार्टी के फाउंडेशन डे भी है। तो मैं मानता हूँ इस फाउंडेशन डे में केरला के जनता एक नया केरला के लिए अपना मताधिकार प्रयोग करेगा। इससे केरला को शक्ति मिलेगी। केरला का जो पवित्र मिट्टी है, जो ये भगवान का धरती है, ये असुर के पास चला गया। इसको केरला के जनता के पास रहने दीजिए। जनता सर्वोपरि है। आज त्रिपुरा में जो सरकार बनी है, ये भारतीय जनता पार्टी की सरकार नहीं है, ये त्रिपुरा के आम जनता का सरकार है। त्रिपुरा के लोग आज महसूस करता है जो इस सरकार हमारी है। पहले सरकार किसकी होती थी? सीपीएम कैडरों का सरकार होती थी, क्योंकि पार्टी ऑफिस से सरकार चलती थी। आज जनता के दरबार से सरकार चलती है। दोनों में अंतर है बंधु। मोदी जी पार्टी ऑफिस से सरकार नहीं चलाती। मोदी जी 130 करोड़ देशवासियों का मन की बात सुन के सरकार चलाती है। और कम्युनिस्ट पार्टियों का जो ऑफिस है उससे सरकार चलाती है। और यूडीएफ वो तो कांग्रेस ही चलाता है, वो एक परिवार चलाता है, उसके बाहर कुछ नहीं है। भारत बहुत बड़ा देश है बंधु। भारत को अंग्रेज ने 200 साल शासन करने के बाद भी छोड़ना पड़ा। मुगल ने 600 साल लगातार शासन की, छोड़ना पड़ा। कहाँ से आ गया एलडीएफ यूडीएफ? ये नहीं टिकने वाला है। ये तो अपना नाम भी मुछवा दिया।
कांग्रेस का नाम भी नहीं लेता, कम्युनिस्ट का भी नाम लेता। मैं सब जगह में LDF, UDF, ये क्या है? LDF फुल फॉर्म भी निकलेगा नहीं, क्योंकि नियत साफ नहीं है। हमारे फुल फॉर्म में लिखा रहता है भारतीय जनता पार्टी। हम लोग बार बार कहता है ये भारतीय जनता पार्टी, ये नरेंद्र भाई मोदी, ये डेवलपमेंट है, ये मेक इन इंडिया है, ये मेड इन इंडिया है, ये डिजिटल इंडिया है। क्यों डिजिटल इंडिया होगा तो इन लोगों का राजनीतिक दुकानदारी बंद हो जाएगा। क्योंकि देखो हमारे त्रिपुरा में कम्युनिस्ट का सरकार जब रहे हैं तो कोई डिजिटाइजेशन नहीं कर रहा था। हमारे सरकार आए तो 175 सर्विस ऑनलाइन हो चुका है। त्रिपुरा में सिंगल विंडो सिस्टम लागू हुई है। कोई भी इंडस्ट्री लगाना चाहता है तो स्वागत में जाएगा, ऑनलाइन फॉर्म फिलअप करेगा और 7 दिन और 15 दिन के अंदर उसको सभी परमिशन मिलेगी। जिस डिपार्टमेंट से नहीं दिया उस समय के अंदर तो उस ऑफिसर को हर डे के लिए 1000 रुपया जुर्माना, 25,000 तक जुर्माना, उसको कोई माफ नहीं है। डायरेक्टर के नीचे कोई तो कुछ कर ही नहीं सकता। उस दिशा में त्रिपुरा चल पड़ा है। 36 डिपार्टमेंट डिजिटल हो चुका त्रिपुरा में। और जागरूक त्रिपुरा के साइट हमने चालू कर दिया है। उसमें त्रिपुरा के कोई भी लोग उसमें जाएगा और जाके अपना डिटेल्स जब भरेगा, मेरा हाइट इतना है, मेरा आधार कार्ड इतना है, मेरा ये सब डिटेल्स है, तो अपने आप कौन सी बेनिफिशियरी स्कीम ले सकते हैं, क्या मिल सकता है, आपको दिखेगा। और इस तरीके से हम लोग एक डिजिटल त्रिपुरा बनाने की जो सपना देखा उसको पूरा कर रहे हैं। और मुझे विश्वास है ये जो कार्यक्रम आज हो रहा है, इस कार्यक्रम के माध्यम से ये एक नया दिशा लेके नया केरला का जो सपना देखा उसको पूरा करेगा और केरला के नौजवानों का भविष्य निर्माण करेगा। नरेंद्र मोदी जी का नया भारत, नया केरला का सपना पूरा करेगा। सबको बहुत बहुत धन्यवाद। നന്ദി. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വണ്ടർഫുൾ പവർഫുൾ വേർഡ്സ്. താങ്ക് യു. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായി വിഷ്ണു തോന്നിക്കൽ, IT ആൻഡ് സോഷ്യൽ മീഡിയ സോൺ ഇൻചാർജ്, ആൻഡ് അരവിന്ദ് മൈലക്കര, IT ആൻഡ് സോഷ്യൽ മീഡിയ ഡിസ്ട്രിക്ട് ഇൻചാർജ്, വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വി ആർ ഹോണറിംഗ് സർ, പ്ലീസ്. നിറഞ്ഞ കയ്യടിയോടെ അദ്ദേഹത്തിന് ഈ വേദിയിൽ എത്തിച്ചേർന്നതിനും പുതിയ കേരളത്തിന് അദ്ദേഹത്തിന്റെ പവർഫുൾ വാക്കുകൾ നന്ദിയതിനും അടുത്തതായി ഹൈന്ദവ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ മലയാളികൾക്ക് മാറ്റി നിർത്താനാകാത്ത ബഹുമുഖ വ്യക്തിത്വമാണ് ആദരണീയനായ കുമ്മനം രാജശേഖരൻ. ഭാരതീയ ധർമ്മധാരയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തനം ആരംഭിച്ച കുമ്മനം രാജശേഖരന് 1982 സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ നടന്ന സമന്വയ പദയാത്രയിലും 1983 നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിലും പാലിയം വിളംബരത്തിലും ഗീതാജ്ഞാന യജ്ഞങ്ങളിലും ഒട്ടനവധി ധർമ്മജാഗരണ പ്രവർത്തനങ്ങളിലും സംയോജകനായും സംഘാടകനുമായുമൊക്കെ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലയ്ക്കലിന്റെ പൈതൃകം നിലനിർത്തുവാനുള്ള പ്രക്ഷോഭത്തിന് ജീവവായു പകർന്നതും തൃശൂരിനടുത്ത പാലാടി ക്ഷേത്രത്തിലെ ഐത്താചരണത്തിനെതിരെയും ഇളവൂർ തൂക്കത്തിലെ അനാചാരങ്ങൾക്കെതിരെയും പടപ്പുറപ്പാട് നടത്തിയതും കുമ്മനത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പോരാട്ടങ്ങളുടെ ആദ്യകാല കാഴ്ചകളാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മഭൂമിയും സമാധി സ്ഥലവുമായ ശിവഗിരി കൈയടക്കാൻ ഭരണകൂടവും ശിഥിലമാക്കാൻ ചില തീവ്രവാദ സംഘടനകളും കൈകോർത്തപ്പോൾ നടന്ന ചെറുത്തുനിൽപ്പിന് ഊർജം പകരാൻ കുമ്മനം ഉണ്ടായിരുന്നു. ശിവഗിരി സംരക്ഷണത്തിനായി സ്വാമി പ്രകാശാനന്ദ നടത്തിയ ഐതിഹാസിക നിരാഹാര സമരത്തിന്റെ വിജയത്തിനായി രൂപീകരിച്ച സംഘാടക സമിതിയുടെ നേതൃത്വവും കുമ്മനത്തിനായിരുന്നു. പ്രകോപനമില്ലാത്ത ഒരു സംഘം ഭീകരവാദികൾ മാറാട് കറപ്പുറത്ത് അതിക്രമിച്ചു കടന്ന് നരനായാട്ട് നടത്തിയപ്പോൾ പകച്ചുപോയ കേരളത്തിന് ആത്മവിശ്വാസം നൽകി
അദ്ദേഹം കൂടെ തന്നെയുണ്ടായിരുന്നു. ആറന്മുള വിമാനത്താവളത്തിനായുള്ള പ്രവർത്തനത്തെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കുമ്മനം നേതൃത്വം നൽകിയ ആദ്യ തിരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് ആദ്യത്തെ അംഗത്തെ കാലുകുത്തിക്കാനായി. 7 2ാം സ്ഥാനത്തെത്താനും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ മുന്നേറ്റം NDA സഖ്യം ഉണ്ടാക്കാനും സാധിച്ചു. ജനകീയനായ ഗവർണറാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗവർണർ സ്ഥാനത്ത് നിന്ന് നിറഞ്ഞ സംതൃപ്തിയോടെ പടിയിറങ്ങി. വീണ്ടും ജനസേവകനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന രാജേട്ടന് മറ്റൊരു ചരിത്ര നിയോഗമാണ് കാലം സമ്മാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി നാം കാതോർത്തിരിക്കുന്നു. വെൽക്കം സർ. ഭാരതത്തിൻ്റെ യുവ വിപ്ലവകാരി വിപ്ലവദേവ്, അദ്ദേഹത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ. സുഹൃത്തുക്കളെ, പുതിയ കേരളം എന്ന് പറഞ്ഞാൽ 64 വർഷക്കാലമായി ഈ കേരളം ഭരിക്കുന്നവർക്ക് നല്ലൊരു കേരളം സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ തഴച്ചു വളർന്നത് അഴിമതി, ക്രമക്കേട്, തട്ടിപ്പ്, വെട്ടിപ്പ്, കള്ളപ്പണം, കരിഞ്ചന്ത, ഇതൊക്കെയാണ് ഇവിടെ തഴച്ചു വളർന്നത്. ഒരു കേരളത്തെക്കുറിച്ച് നമ്മുടെ മഹാത്മാക്കൾക്ക് എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, ഇങ്ങനെ ഒട്ടേറെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് ഈ കേരളത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ടായിരുന്നു. അവരെല്ലാം സ്വപ്നം കണ്ടത് ഒരു ധർമ്മ കേരളത്തെക്കുറിച്ചാണ്. ധാർമ്മികതയ്ക്കും സത്യസന്ധതയ്ക്കും നീതിക്കും എല്ലാം വില കൽപ്പിക്കുന്ന ഒരു മാറ്റമുണ്ടാവുകയും അതിലൂടെ സമൂഹത്തിൽ സാമൂഹ്യ സമത്വവും എല്ലാം കൈവരിക്കുകയും ചെയ്യുന്ന നല്ലൊരു നാളെയെ സ്വപ്നം കണ്ടവരാണ് അവർ. അവർ സാമൂഹിക തിന്മകൾ ഒരിക്കലും സമൂഹത്തിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അയിത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അവർ പോരാട്ടങ്ങൾ നടത്തി. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ നടത്തി. അങ്ങനെ 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെ വലിയൊരു വിപ്ലവം നമ്മുടെ നാട്ടിലുണ്ടായി. പക്ഷേ അതിനുശേഷം നമ്മുടെ കേരളത്തിൽ വന്നത് കമ്മ്യൂണിസമാണ്. നമ്മുടെ മഹാത്മാക്കൾ ഉഴുതുമറിച്ചിട്ട മണ്ണിലൂടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ യാത്ര ചെയ്തു. അവർ വിത്തുപാകി, മുളപ്പിച്ചു. അങ്ങനെ പുന്നപ്പുറയിലും വയലാറിലുമൊക്കെ വലിയ വലിയ സംഘടനകളുണ്ടായി. മുതലാളിത്തത്തിനെതിരെയാണ് തൊഴിലാളികളെ സംഘടിപ്പിച്ചത്. ഉള്ളവനെതിരെ ഇല്ലാത്തവൻ്റെ സമരം. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവർ സമരമുഖങ്ങൾ തുറന്നു. പക്ഷേ എന്തുണ്ടായി? പിന്നീട് കണ്ട കേരളം എന്താണ്? നമ്മുടെ മഹാത്മാക്കളുടെ സ്വപ്നം പൂവണിഞ്ഞോ? ഇല്ല. ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇവിടെ 1957 ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിച്ച് ഈ കേരളത്തിൽ ജനാധിപത്യ ഭരണ സംവിധാനമുണ്ടായപ്പോൾ ഭൂപരിഷ്കരണമുണ്ടായി. പക്ഷേ ആ ഭൂപരിഷ്കരണത്തിന് ശേഷം എന്ത് സംഭവിച്ചു? മണ്ണിൽ പണിയെടുക്കുന്നവന് ആ മണ്ണിൻ്റെ അധികാരം വാഗ്ദാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പ്രത്യയശാസ്ത്രം മുഴുവൻ തകർന്നടിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ വലിയ വലിയ മുതലാളിമാരായി. അവർ കണ്ട സ്വപ്നം, കേരളത്തെക്കുറിച്ച് അവർ മുന്നോട്ടേക്ക് വെച്ച പ്രത്യയശാസ്ത്രം എന്തായിരുന്നു? സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അല്ലെങ്കിൽ സോഷ്യലിസത്തിൻ്റെയും വിഭാവന ചെയ്യുന്ന സമത്വസുന്ദരമായ ഒരു കേരളത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത്. പക്ഷേ അവർ മാറി മാറി ഭരിച്ചു. കോൺഗ്രസ്സുകാർ ഭരിച്ചു, കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. പക്ഷെ ഇന്നെവിടെ നിൽക്കുന്നു കേരളം? ഇന്നെവിടെ വന്ന് നിൽക്കുന്നു? എല്ലാവരും പറയുന്നു നമ്മൾ നശിച്ചു.
ഖജനാവ് കാലി. കടം കയറി 3.5 ലക്ഷം കോടി രൂപയുടെ കടം. ഈ കേരളത്തിലെ മലയാളികൾക്ക് കഴിക്കാൻ 45 ലക്ഷം ടൺ അരി വേണം ഒരു വർഷം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് 6 ലക്ഷം ടൺ അരിയാണ്. കേരളത്തിൽ 40, 45, 60 വർഷങ്ങൾക്ക് മുമ്പ് ഈ മലയാളികൾക്ക് മുഴുവൻ കഴിക്കാൻ ആഹാരത്തിന് എല്ലാവിധത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങളും ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇന്ന് കൈനീട്ടുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ നേരെ കൈനീട്ടുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇന്ന് നമ്മൾ കൈനീട്ടുകയാണ്. തമിഴ്നാട്ടിലേക്ക്, ആന്ധ്രയിലേക്ക്, കർണാടകയിലേക്ക് കൈനീട്ടുകയാണ്. തരൂ തരൂ. അവിടെ നിന്ന് ലോറി വന്നില്ലെങ്കിൽ കേരളം പട്ടിണിയാണ്. ഇന്ന് കേരളത്തിൽ എന്തുണ്ട്? ഈ കേരളം മാറി മാറി 64 വർഷക്കാലം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളോടും അല്ലെങ്കിൽ പാർട്ടികളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടും ചോദിക്കുന്നു, ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നു, കേരളത്തിന് നിങ്ങൾ എന്ത് നേടിക്കൊടുത്തു? ഇവിടെയാണ് പുതിയ കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം. ഭാരതീയ ജനതാ പാർട്ടി പുതിയ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും പ്രവചിക്കുന്നതും ഈ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യത്തിലാണ്. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ഒരു കേരളം, പൊതുഖജനാവിൽ നിന്ന് 1 രൂപ പോലും എടുക്കാനില്ലാതെ കാലിയായി കിടക്കുന്ന ദയനീയമായ കാഴ്ച, ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ കഷ്ടപ്പെടുന്ന സർക്കാർ, മലയാളിക്ക് ഇവിടെ വന്നൊരു തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന പൊതു ജീവിത സംവിധാനം. ഇന്ന് കേരളത്തിൽ നിന്നും മലയാളികൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ബോംബെയിൽ 28 ലക്ഷം മലയാളികൾ, ഡൽഹിയിൽ 36 ലക്ഷം മലയാളികൾ, ലക്നൗ, അതുപോലെ ഭോപ്പാൽ, ചെന്നൈ, ഈ ഭാരതത്തിലെ എവിടെ മുക്കിലും മൂലയിലും മലയാളികൾ കച്ചവടം നടത്തുന്നു, വ്യവസായം നടത്തുന്നു, കൃഷി ചെയ്യുന്നു, അവർ ജീവിക്കുകയാണ്. കേരളത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത്രയധികം ആളുകൾ എന്തുകൊണ്ട് കേരളം വിട്ടുപോയി? ഇവിടെ ഒരു പുതിയ വ്യവസായം ഉണ്ടാകുന്നില്ല. കാർഷിക രംഗത്ത് വലിയ തകർച്ച. വ്യവസായ രംഗം, കാർഷികം, വ്യവസായം, വാണിജ്യം, വ്യാപാരം, വിദ്യാഭ്യാസം, എല്ലാ മേഖലകളിലും തകർച്ചയാണ്. ഒരു പുതിയ നിക്ഷേപം പോലും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇവിടെ ഗുജറാത്തിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടെ വൻ വ്യവസായങ്ങൾ ആരംഭിച്ചിരുന്ന എക്സൽ ഫാക്ടറി പോലെ എത്രയെത്ര വ്യവസായങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പൂട്ടിച്ച് താക്കോൽ കയ്യിൽ കൊടുത്ത് അവരെയെല്ലാം ഗുജറാത്തിലേക്ക് തിരിച്ച് പറഞ്ഞു വിട്ടവരല്ലേ ഈ കേരളത്തിലെ ഭരണാധികാരികൾ? അതേസമയം മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വ്യവസായങ്ങൾ തുടങ്ങുന്നു. ഗുജറാത്തിൽ അടുത്ത കാലത്ത് മലയാളികൾ എല്ലാവരും ഒത്തുചേർന്ന്, വ്യവസായികൾ ഒത്തുചേർന്ന് ഒരു വലിയ റബ്ബർ ഫാക്ടറി ആരംഭിച്ചു ഗുജറാത്തിലെ കച്ചിൽ. 4500 കോടി രൂപ. എന്താ ആ മലയാളികൾ കേരളത്തിൽ നിക്ഷേപമിറക്കി വ്യവസായം തുടങ്ങാത്തത്? കേരളത്തിൻ്റെ അവസ്ഥ വളരെ പരമദയനീയമാണ്. ഇവിടെയാണ് ഒരു പുതിയ കേരളത്തെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടി സംവദിക്കുന്നത്. പുതിയ കേരളം, എല്ലാ രംഗങ്ങളിലും മണ്ഡലങ്ങളിലും വേദികളിലും മാറ്റമുണ്ടാകണം, വളർച്ചയുണ്ടാകണം. കേരളത്തിലെ പ്രതിഭാശാലികളായിട്ടുള്ള മലയാളികൾ ഈ കേരളത്തിന് പുറത്ത് വ്യത്യസ്ത വിഭിന്ന മണ്ഡലങ്ങളിലും രംഗങ്ങളിലും പ്രവർത്തിക്കുമ്പോൾ അവരെ കൈ ഉയർത്തി മാടി മാടി വിളിച്ച് അവർക്ക് ഈ കേരളത്തിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് പുതിയ കേരളത്തിൻ്റെ ലക്ഷ്യം. അതാണ് പുതിയ കേരളം ഭാരതീയ ജനതാ പാർട്ടി വിഭാവന ചെയ്യുന്നത്. പുതിയ കേരളം എന്താണിവിടെ? 1 രൂപ പോലും കടമെടുക്കാതെ ഈ കേരളത്തിൽ വികസന പ്രക്രിയയിലൂടെ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് പ്രത്യുൽപാദനപരമായിട്ടുള്ള നിരവധി സംരംഭങ്ങളിലൂടെ ടാക്സബിൾ ഇൻകം വർദ്ധിപ്പിച്ച് ഖജനാവിൽ പണം വരിക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സമ്പദ്ഘടന ഭദ്രമാകണം, ശക്തമാക്കണം. 1 രൂപ പോലും കടമെടുക്കരുത്. പുതിയ കേരളമെന്ന് പറഞ്ഞാൽ ഋണമുക്ത സംസ്ഥാനം എന്നാണ്. ഋണമുക്ത കേരളം.
അതെങ്ങനെ സാധിക്കും? കടക്കണിയിൽ നിന്നും കേരളത്തെ രക്ഷിക്കുക, അതാണ് പുതിയ കേരളം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മുഴുവൻ തന്നെ ഈ കേരളത്തിന് ആവശ്യമായിട്ടുള്ളത് കിട്ടണം. അതിനാവശ്യമായിട്ടുള്ളൊരു കാർഷിക സംസ്കാരമുണ്ടാകും. ഇവിടുത്തെ ഭൂമി ഇല്ലാത്തവന് ഭൂമി വേണം. അന്നവും വെള്ളവും മണ്ണും തൊഴിലും പാർപ്പിടവും ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. കഴിക്കാൻ ആഹാരം, കുടിക്കാൻ വെള്ളം, കയറിക്കിടക്കാനൊരിടം, ചെയ്യാനൊരു തൊഴിൽ, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പുതിയ കേരളത്തിലൂടെ വിഭാവന ചെയ്യുന്നത്. അതാണ് നമുക്ക് ആവശ്യം. ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഏറ്റവും അധികം ഊന്നൽ നൽകുന്നത് ഈ വക കാര്യങ്ങൾക്കാണ്. എല്ലായിടത്തും എല്ലാവർക്കും വെള്ളം എത്തിച്ചു കൊടുക്കണമെങ്കിൽ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന 44 നദികളും ജലസമ്പത്തുള്ളതാവണം, ജലസമ്പന്നമാകണം. ഇന്ന് വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന നദികളാണ്. 2 ദിവസം മഴ പെയ്താൽ ഇവിടെ വെള്ളപ്പൊക്കമാണ്, ഉരുളുപൊട്ടലാണ്, മലയിടിച്ചിലാണ്. എത്രയെത്ര ആളുകൾക്ക് ഇവിടെ ജീവഹാനി സംഭവിക്കുന്നു, അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെടുന്നു. പ്രകൃതിയെ പഴിക്കുകയാണ്, പ്രകൃതിക്ഷോഭമെന്നാണ് പറയുന്നത്. ഈ നാളുകൾ അത്രയും നമ്മുടെ നാട്ടിൽ ഭരിച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്ത് അതിൻ്റെയൊക്കെ ദുരിതം ഇന്ന് അനുഭവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചു, അതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഈ കേരളത്തിൽ നാം ആരും അറിയപ്പെടാത്ത ഒട്ടേറെ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ താളം തെറ്റി. പ്രകൃതിയെ നമുക്ക് തിരിച്ചു പിടിക്കണം. പുതിയ കേരളം എന്ന് പറയുന്നത് പ്രകൃതി സൗഹൃദ സംസ്ഥാനമാവുക എന്നുള്ളതാണ്, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാവുക എന്നുള്ളതാണ്, ഋണമുക്തമാവുക എന്നുള്ളതാണ്. നമുക്ക് സാധിക്കും. കേരളത്തിലെ നദികളെല്ലാം ജലസമ്പന്നമാകുമ്പോൾ, കുന്നും കാവും കുളവും ഇവിടുത്തെ പ്രകൃതിയും എല്ലാം നമുക്ക് സൗഹൃദപൂർണമാകുമ്പോൾ, പ്രകൃതി വിഭവ ചൂഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ പച്ചപ്പ്, പഴയ പച്ചപ്പ് തിരിച്ചു വരും. നമ്മുടെ ഭൂഗർഭ ജലവിധാനം 3 മീറ്റർ കണ്ട് താന്നുപോയി. നിരന്തരമായ പ്രവർത്തനത്തിലൂടെ, ശാസ്ത്രീയമായ സംരംഭങ്ങളിലൂടെ നമുക്ക് നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ, ഭൂഗർഭ ജലവിധാനം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതിനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട്. ചീഞ്ഞു നാറുന്ന നമ്മുടെ ഈ മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കഴിയുന്ന ജനസമൂഹത്തിൻ്റെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടി പുതിയ കേരള സംവിധാനത്തിലൂടെ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കും. മാലിന്യ സംസ്കരണമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നടത്തിക്കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ പ്രകൃതി അതിനെ മുഴുവൻ തന്നെ വിശ്വസിച്ചുകൊണ്ടും അതിനെ സൗഹൃദപൂർണമായ ഒരു ജീവിത ശൈലിയെയും സംവിധാനത്തെയും കെട്ടിപ്പടുത്തുകൊണ്ട് നമുക്ക് ഈ കേരളത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വാസ്തവത്തിൽ നമ്മുടെ മഹാത്മാക്കൾ സ്വപ്നം കണ്ട കേരളം അതാണ്. വെട്ടി നശിപ്പിച്ച കേരളമല്ല, സർവ്വതും നഷ്ടപ്പെട്ടു പോയ കേരളമല്ല. ഇവിടെ പ്രകൃതി രമണീയമായ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പച്ചപ്പിനെ തിരിച്ചു കൊണ്ടുവന്ന് സൗകുമാര്യം നിറഞ്ഞ ഗ്രാമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഗ്രാമസ്വരാജ് എന്ന ഇവിടുത്തെ മഹാത്മാഗാന്ധിയുടെ സ്വപ്നമാണ് പൂവണിയേണ്ടത്. ഗ്രാമങ്ങളാണ് ഉണരേണ്ടത്, ഉയരേണ്ടത്. അവിടെയെല്ലാം ജനങ്ങൾക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അവർക്ക് കുടിൽ വ്യവസായങ്ങളിലൂടെ പ്രത്യുൽപാദനപരമായിട്ടുള്ള ഓരോ സംരംഭങ്ങൾ ആരംഭിച്ച് അവർക്കൊക്കെ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി കൊടുക്കും. അതാണ് പുതിയ കേരളം. നഗരങ്ങളിൽ നഗരാസൂത്രണ പദ്ധതികൾ, മോഡി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജനക്ഷേമ പദ്ധതികളുടെയും ഗുണഫലങ്ങൾ നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കണം. പുതിയ കേരളത്തിലൂടെ വിഭാവന ചെയ്യുന്നതാണ്. 227 പദ്ധതികൾ മോഡി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പദ്ധതികൾ പലതും കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. കാരണം കേരള സർക്കാർ മാറി മാറി ഭരിക്കുന്നവർ എപ്പോഴും അവർ വികസനത്തിനെതിരായി. അവരുടെ വികസനം മറ്റൊന്നാണ്.
അവരുടെ വികസനം പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കിയെടുക്കാൻ വൻകിട കോൺട്രാക്റ്റുകൾ നടത്തി കോർപ്പറേറ്റ് ശക്തികൾക്ക് പണമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. പുതിയ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വിഭാവന ചെയ്യുന്നത് എന്താണ്? അങ്ങനെയല്ല. ഇവിടുത്തെ സാമ്പത്തിക ശാക്തീകരണത്തിലൂടെ ഇവിടുത്തെ ഓരോ ജനവിഭാഗങ്ങൾക്കും സ്റ്റാർട്ടപ്പുകളിലൂടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കുക. ഡിജിറ്റൽ കേരളത്തിലൂടെ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വിനിമയ സംവിധാനം മുഴുവൻ തന്നെ കാര്യക്ഷമമാക്കുക. ഒന്ന് സ്പീഡുള്ളാവുക, ഒന്ന് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക. ഇതെല്ലാം ചെയ്യാൻ കഴിയും. കണക്ടിവിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ വലിയൊരു പ്രശ്നമാണ്. തമ്മിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. 67,000 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് കൊടുക്കുന്നത് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടിയാണ്. ഈ നാഷണൽ ഹൈവേ 67,000 കോടി രൂപ ചെലവഴിച്ച് വികസിപ്പിക്കുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് വലിയ കണക്ടിവിറ്റിയാണ്. ജനങ്ങൾക്ക് പരസ്പരം വളരെ പെട്ടെന്ന് ബന്ധപ്പെടാൻ കഴിയും. ഈ കണക്ടിവിറ്റി ഡിജിറ്റൽ കേരളത്തിലൂടെ സാധിക്കുന്നു. അതുപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പശ്ചാത്തല വികസനത്തിലൂടെ സാധിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ സാധിക്കും. അങ്ങനെ ഓരോ രംഗത്തും ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ടാവും. കേരളത്തിൽ ഒരു മാറ്റമുണ്ടായേ മതിയാവും. കേരളത്തിൽ ഇവിടുത്തെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും മതസ്വാതന്ത്ര്യം ഉണ്ടാകണം. അവരുടെ ആരാധനാലയങ്ങൾ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവണം. ക്ഷേത്രങ്ങൾ മാത്രം എന്തിന് സർക്കാർ ഭരിക്കണം? കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനത്തിൽ അഴിച്ചുപണി ഉണ്ടാവണം. ശബരിമല ക്ഷേത്രത്തിലെ 3.5 കോടിയോളം വരുന്ന ജനങ്ങൾ ഓരോ വർഷവും എത്തുന്നതിലൂടെ ഈ കേരളത്തിൻ്റെ ഖജനാവിലേക്ക് എത്തുന്നത് 10,000 കോടി രൂപയാണ്. ഈ 10,000 കോടി രൂപ കിട്ടിയിട്ടും ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസനത്തിനോ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും ഈ സർക്കാരുകൾ സ്വീകരിച്ചിട്ടില്ല. ശബരിമല വിശ്വോത്തരമായ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിച്ചു കൊണ്ടുവരണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വികസനത്തിന് വലിയൊരു അതോറിറ്റി, അവിടെ ഒരു ഗോശാല, വിപുലമായ ഗോശാലയുണ്ട്, ആനക്കോട്ടയുണ്ട്, വന്യജീവികളുടെ അല്ലെങ്കിൽ ജന്തുജീവജാലങ്ങളുടെ മുഴുവൻ സംരക്ഷണത്തിനുതകുന്ന വൻ പ്രോജക്റ്റുകൾ അവിടെ നടപ്പിലാക്കണം. ഇങ്ങനെ ആരാധനാലയങ്ങളെ മുഴുവൻ തന്നെ പരിഷ്കരിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തും അതൊക്കെ ഈ നാട്ടിലെ മതവിശ്വാസികളുടെ സൗഹൃദപരമായ വികസനം സാധ്യമാക്കി തീർക്കാൻ കഴിയണം. ഇന്ന് കേരളത്തിൽ ക്ഷേത്രങ്ങൾ മാത്രം സർക്കാർ ഭരിക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തിൽ പൂജാ സംവിധാനങ്ങൾ എന്ത് വേണമെന്ന് നിശ്ചയിക്കുന്നത് ദേവസ്വം മന്ത്രിയാണ്. MLA മാർ യോഗം ചേർന്നാണ് ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളെ നിശ്ചയിക്കുന്നത്. MLA മാർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചു വരുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ്, മതപരമായ വിഷയങ്ങളിൽ ഏർപ്പെടാനല്ല. അവർക്കതിനുള്ള മാൻഡേറ്റ് ഇല്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെ വോട്ട് നേടി വരുന്നവർ അവർ എപ്പോഴും മതേതരരായിരിക്കണം. അവർ ഒരു മതവിശ്വാസിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണനിർവഹണം നടത്തുന്നത് ആര് എന്ന് തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ല. പുതിയ കേരള സംവിധാനത്തിൽ ആ മതസ്വാതന്ത്ര്യമാണ് നൽകാൻ പോകുന്നത്. കേരളം വികസിക്കണമെങ്കിൽ എല്ലാ തലങ്ങളിലും മാറ്റമുണ്ടാകണം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണം. കഴിവുള്ളവരുടെ കഴിവിനെ വിനിയോഗിച്ചുകൊണ്ട് ആ കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേരളത്തിൽ വൻ വികസനമുണ്ടാകും. ടൂറിസ്റ്റുകൾ ധാരാളം എത്തും. അതിലൂടെ ധാരാളം വരുമാനമുണ്ടാകും. ഖജനാവിലേക്ക് ധാരാളം പണമെത്തും. അങ്ങനെ ടൂറിസം വികസന രംഗം അത് കാര്യക്ഷമമാകും. ഗതാഗതം മെച്ചപ്പെടും. അങ്ങനെ കേരളം ഒരു പുതിയ പന്ഥാവിലേക്ക് നയിക്കാൻ കഴിയും. ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നതാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കാലമത്രയും കേരളത്തെ പിന്നോട്ട് വലിച്ചവരാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രസക്തിയില്ലാതായിരിക്കുന്നു. കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ P. കൃഷ്ണപിള്ളയുടെ പ്രതിമയ്ക്ക് നേരെ കല്ലെറിയുന്നവരാരാണ്? കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്തുകൊണ്ടാണ്?
ആ വയലാറിൽ വലിയ വിപ്ലവം നടന്ന വയലാറിൽ തൊഴിലാളികളുടെ വലിയ മുന്നേറ്റമുണ്ടായ ഏറ്റുമുട്ടലുകളിൽ അവരുടെ രക്തത്തുള്ളികൾ ഇറ്റിറ്റ് വീണ് ചുമന്ന വയലാറിൽ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വാളുകൊണ്ട് വെട്ടേറ്റ് മരിച്ചു വീണു. തീവ്രവാദ ശക്തികളുടെ അക്രമത്തിനിരയായി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തി പ്രാപിച്ച എല്ലായിടത്തും തീവ്രവാദികൾ ശക്തമാണ്. എന്തുകൊണ്ട്? കമ്മ്യൂണിസത്തിൻ്റെ ഈറ്റില്ലമായ കണ്ണൂരിലാണ് ഏറ്റവും അധികം മത തീവ്രവാദികളുള്ളത്. അവർക്ക് സൗകര്യം, സ്വാതന്ത്ര്യം, സാവകാശം എല്ലാം ലഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുള്ളിടത്താണ്. ഇതാണ് കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അപജയം. മാറ്റിയെടുക്കണം. തീവ്രവാദ ശക്തികളോട് സന്ധിയില്ല. പുതിയ കേരളത്തിൽ തീവ്രവാദത്തെ അടിച്ചമർത്തും, ഉന്മൂലനം ചെയ്യും. കേരളത്തെ തീവ്രവാദ ശക്തികളിൽ നിന്നും വിമോചിപ്പിക്കും. അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം. അതുകൊണ്ട് പുതിയ കേരളം ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ ഒരു പുതിയ കേരളത്തിന് വേണ്ടി ദാഹിക്കുന്നു, കേഴുന്നു. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ കേരളത്തിന് വേണ്ടി മോഡിക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് എല്ലാ ജനക്ഷേമ പദ്ധതികളും വിജയകരമായി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് ഇതാ ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, വാഗ്ദാനം നൽകുന്നു. പുതിയ കേരളം, മോഡിക്കൊപ്പം. നമസ്തേ. എന്തായിരുന്നു കഴിഞ്ഞ നാളത്തെ കേരളം എന്നും എന്താകണം പുതിയ നാളുകളിലെ കേരളം എന്ന ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടൻ ഓർമ്മപ്പെടുത്തി. അതിനൊരു വലിയ കൈയടിയും നന്ദിയും നമ്മുടെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നു. അടുത്തതായി തമിഴകത്ത് മാത്രമല്ല കേരളക്കരയിലും താരറാണി തന്നെയാണ് ഖുഷ്ബു സുന്ദർ. തമിഴ്നാട്ടിലും കേരളത്തിലും BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ താരപ്രചാരക കൂടിയാണ് അവർ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000 ലൈറ്റ്സിൽ നിന്ന് ജനവിധി തേടുവാൻ പാർട്ടിക്ക് മറ്റൊരാളുടെ പേരും ചർച്ചയ്ക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുഷ്ബുവിൻ്റെ പ്രവർത്തന മികവ് ഏറ്റവും അധികം അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇന്ന് പുതിയ കേരളത്തിനായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകളുമായി നമ്മളോടൊപ്പം വീഡിയോയിൽ ചേരുന്നു. വീഡിയോയിലേക്ക്
உங்கள் அனைவருக்கும் என்னுடைய வணக்கம். A very good evening to one and all. First and foremost, it's such a pleasure and delight to be part of this conclave. My best wishes to everyone present here. ரொம்ப சந்தோஷமா இருக்கு. ஏன்னா இந்த மாதிரி கான்க்ளேவ்ல பார்ட்டிசிபேட் பண்ணி நம்மளுடைய அரசாங்கம், பாஜக அரசாங்கம் நேஷனல் லெவலில் எந்த அளவுக்கு கடந்த 6 வருடங்களாக நம்ம தேசத்தை வளர்க்குறதுக்காக நம்மளுடைய பிரதமர் மதிப்புக்குரிய நரேந்திர மோடிஜி அவர்கள் எந்த அளவுக்கு பாடுபட்டிருக்கிறாரு. நமக்கு தெரியும், நாடு முழுவதும் எங்கே போனாலும் மோடிஜினால் நமக்கு எவ்வளோ ஒரு நல்ல திட்டங்கள் கிடச்சிருக்கு, மக்கள் அதை பற்றி பேசிகிட்டு இருக்காங்க. இதுக்கான மிகப்பெரிய உதாரணம் நீங்கள் பார்த்தீங்கன்னா, நாள் முழுவதும் எங்கே ஒரு எலெக்ஷன் நடந்தாலே அதில் பாஜகவுக்கு மிகப்பெரிய வெற்றி கிடச்சிட்ருக்கு. வாட் இஸ் த சீக்ரெட் ஆஃப் தி சக்ஸஸ்? Why is it BJP, Narendra Modi ji are succeeding in every nook and corner of this country? The answer is very simple. Development. Development of this country. Development of the people of this country. Development and securing the future of the next generation. Let's take a look at what has happened in this country in the past so many years since we got freedom. We are not going to go back and start doing the blame game. But yes, as very responsible citizens of this country, நம்ம எல்லாரும் பார்த்துருக்கோம் எந்த அளவுக்கு நாடுடைய முன்னேற்றம் இருக்குது. எதிர்கட்சியில் உட்காந்துட்டு குற்றச்சாட்டுங்கள் இருக்க தான் செய்யும். பட் அந்த குற்றச்சாட்டுங்கள் இருக்கும்போது தான் நம்ம சரியான பாதையில் இருக்கோம், அது நமக்கு தெரியுது. குற்றச்சாட்டுங்கள் இருக்கும்போது இன்னும் நல்ல மக்களுக்கு சேவை செய்யணும்னா நமக்கு தோன்றுகிறது. அந்த வகையில் தான் நம்ம பிரதமர் மோடி அவர்கள் இருக்கிறாரு. எல்லாமே நல்லது செய்யும் போது எதிர்கட்சி சார்பாக குற்றச்சாட்டுங்கள் இருக்கதா செய்யும். அந்த குற்றச்சாட்டுங்கள் இருக்கும்போது யூஆர் டெஃபினெட்லி ஆன் த ரைட் ட்ராக் நமக்கு தோணும். ஏன்னா நல்லது செய்யும்போது தான் எதிர்ப்பு கொஞ்சம் அதிகமாகவே இருக்கும். அந்த வகையில் தான் நம்ம எதிர்கட்சியில் உட்காந்துட்டு எல்லா தலைவர்களும் பேசிகிட்டு இருக்காங்க. கேரளாவை எடுத்துக்குங்க. கேரளாவை பார்க்கும்போது இது வரைக்கும் LDF, UDF இவங்க எல்லாரும் நடத்தின இந்த அரசாங்கம் கேரளாவில் எப்படி இருந்தது? கேரளாவுடைய டெவலப்மெண்ட் நீங்கள் பார்த்துருக்கீங்களா? உங்களுடைய பொருளாதார ரீதியாக பாருங்கள், இல்லை டெவலப்மெண்ட் பாருங்கள், இல்லையா மக்களுடைய வளர்ச்சி பாருங்கள், பெண்களுக்கான பாதுகாப்பு பாருங்கள், இல்லை ஸ்கேம்ஸ் அண்ட் ஆல் தீஸ் கரப்ஷன் சார்ஜஸ் பாருங்கள். எல்லாமே மாறி மாறி வந்துட்டே இருக்கு. பெண்களுக்கு பாதுகாப்பு இருக்கா? அது நான் கேள்வி கேட்குறதுக்கு பதிலாக உங்ககிட்ட நீங்களே கேட்டுட்டிங்கன்னா உங்களுக்கு நிச்சயமாக அதுக்கு பதில் தெரிஞ்சிடும், இல்லைன்னு அர்த்தம். அதே மாதிரி ஸ்கேம்ஸ், கரப்ஷன், 2 கவர்மெண்ட் மாறி மாறி வெறும் ஸ்கேம்ஸ் அண்ட் கரப்ஷன்ஸ் தான் நம்ம பார்த்துட்ருக்கோம். நம்மக்கிட்ட தங்கம் இருக்கோ இல்லையோ, அங்கே இருக்கிற கட்சிக்காரங்க கிட்ட தங்கம் நிறையவே வச்சுருக்கிறாங்க. I think it's the right time for us to actually think on a broader spectrum. Why can't we bring in a change in Kerala? Let's sit back and think, what do we need to make our lives better, to make our future better, to make our children live in a very safer environment? நம்ம சுற்றி இருக்கிறவங்க என்வாயன்மெண்ட் சேஃபாக இருந்தால் தான், பாதுகாப்பாக ஃபீல் பண்ணால் தான் நம்ம பெண்கள் வெளியில் போக முடியும். இன்றைக்கி நம்ம நாட்டில் நம்மளுடைய பிரதமர் மோடி அவர்கள் சொல்கிற விஷயம் ஒன்று தான், பெண்கள் முன்னேறணும், பெண்கள் முன்னாடி வரணும், எல்லா வகையிலையும் எல்லா இடத்துலையும் பெண்களுக்கு முன்னேற்றம் இருக்கணும். அதுக்கான நிறைய திட்டங்கள் பிரதமர் மோடி அவர்கள் கடந்த 6 வருடங்களாக கொண்டு வந்திருக்கிறாரு. அது உங்களுக்கு தெரிஞ்ச விஷயம். அதே மாதிரி கேரளாவை எடுத்துக்கோங்க. ஏற்கனவே சொன்ன மாதிரி பாதுகாப்பு இருக்கா இல்லையா? ஆனால் இப்போது சமீபத்தில் பல பிரச்சனைகள் பெண்களுக்கு எதிராக நடக்குது. அதை எல்லாரும் பத்திரிகையில் பார்த்துட்டே இருக்கோம், டெய்லி நியூஸ்லேயே கேள்விப்பட்டுட்டே இருக்கோம். Why not think and bring in a change? Don't you think it's a right time to bring in a change? Change for a better future. Change for a better environment. Change for your protection, your dignity and your respectability. How are we going to take this forward? Our Honorable Prime Minister has told us, especially this year, he says, Atma Nirbhar. Atma Nirbhar means self-sufficient, self-reliant. You need to do things for your own good. How long can you keep working for others like a slave? நீங்கள் உங்கள் இடத்துல நீங்கள் ஒரு முதலாளியாக இருக்கணும். உங்களுக்குன்னா ஒரு மரியாதை இருக்கணும், உங்களுக்குன்னா ஒரு பாதுகாப்பு இருக்கணும். அதுக்காக தான் ஆத்ம நிர்பர் இந்தியா பிரதமர் அவர்கள் சொல்லிட்டு இருக்கிறாரு.
You need to be self-sufficient. You need to be self-reliant. You cannot be dependent on others to work and bring money home. We are opening the platform for you to become an entrepreneur in your own right, to become a businessman in your own right, to become a very good salesman in your own right. You can be your own boss. நீங்க உங்களுடைய முதலாளியாக இருக்கணும். நீங்க ஏன் வேற யாருக்காவது வேலை பார்க்கணும்? ஏன் வேற யார்கிட்டயாவது கை நீட்டி சம்பளம் வாங்கணும்? வேண்டாம். நீங்க எவ்வளவு சம்பாதிக்கணும், நீங்க என்ன வேலை பார்க்கணும், நீங்க எப்படி உங்க வாழ்க்கையில முன்னேறணும், அது நீங்க தீர்மானிக்கணும். அதுக்காக தான் ஆத்ம நிர்பர் இருக்கு. கேரளாவை எடுத்துக்கங்க. கேரளால குறை சொல்லக்கூடாது, பட் இருந்தாலும் இதுதான் உண்மை. ரோட்ஸ் சரியா இருக்கா? நீங்க எவ்வளோ டாக்ஸஸ் கட்டுறீங்க? வருஷம் வருஷம் எவ்வளோ வருமானம் அரசாங்கத்துக்கு வந்துட்டு இருக்கு. ஆனால் பேசிக் இன்ஃப்ராஸ்ட்ரக்சர் நீங்கள் பாருங்கள். You don't have proper roads. People complain and say, when we come from different state by roads, we know we have entered Kerala because roads are not good. Again, coming to your infrastructure of your state, have you developed? What has happened? Every time you see you're hit by a natural calamity, what protection has been done to work for the people so that they are not affected by the natural calamity? Now look at all the scams that is happening in the state. All the scams are related to ministry from LDF or UDF. Most importantly, the youngsters, how they are being lured into drug racket. We have been hit very hard in Kerala about the drug rackets, and all of you are aware of it, especially the youngsters. You know, you have to be completely away from any kind of substance abuse. போதையிலிருந்து ரொம்ப தள்ளி நின்னதா நம்ம வாழ்க்கை நல்லா இருக்கும். ஆனால் கேரளாவில் குறிப்பிட்ட நம்ம இளைஞர்களுக்கு மத்தியில் ட்ரக்ஸ் ஈஸிலியாக அவைலபிளாக இருக்குது. ஒரு தாயாக, ஒரு குடும்ப தலைவியாக எனக்கு ரொம்ப கவலையாக இருக்குது. என் கேரளா ஸ்டேட் ஏன் இப்படி இருக்குது? ஏன்னா காட்ஸ் ஓன் கண்ட்ரி நம்ம சொல்கிறோம். கடவுளால் உருவாக்கப்பட்ட ஒரு மாநிலம், அவ்வளோ அழகான மாநிலம். கண்ட்ரி சொல்லும்போது நாடு தான் சொல்லுவாங்க, ஆனால் ஒரு அழகான மாநிலம். எல்லாமே உங்களுக்கு நேச்சுரல் ரிசோர்ஸஸ் அந்த மாநிலத்தில் இருக்குது. இருந்தாலும் இது யாரால் இப்படி செதறி போகுது? நீங்கள் சிந்திச்சு பார்க்கணும். Who is responsible for this state of affairs in this beautiful God's own country, state of Kerala? சிந்திச்சு பாருங்க, பதில் உங்களுக்கு கிடைச்சிடும். இத்தனை ஆண்டுகளாக யார் இங்கே இருந்திருக்காங்க? இத்தனை ஆண்டுகளாக யார் இங்கே அரசியல் நடத்திட்டு இருக்காங்க? மாறி மாறி யார் வந்துட்டு இருக்காங்க? பதில் உங்களுக்கு உங்கள் முன்னாடி இருக்கும். நீங்கள் ரொம்ப யோசிக்க தேவையில்லை. It's right in front of you, flashing in front of your eyes, very loud and clear. We, the BJP, our very loved Prime Minister Narendra Modi ji has come to Kerala. He has spoken about Pudiya Kerala. Pudiya Kerala, what is it? New Kerala. We, the BJP, headed by the most loved Prime Minister Shri Narendra Modi ji, had come to Kerala. அங்கே வந்து ஒரு அழகான விஷயம் சொல்லியிருக்கிறாரு. புதிய கேரளா உருவாக்கலாம். புதிய கேரளாம்னா என்ன? புதிய கேரளாம்னா ஒரு அழகான மாநிலத்தையோடைய அழகு திரும்பி கொண்டு வரலாம். இவ்வளோ நாளாக செதறி போன இந்த மாநிலத்தில் இருக்கிற பிரச்சனைகள் தள்ளி வச்சுட்டு ஒரு புதிய கேரளா உருவாக்கி ஒரு அழகான மாநிலத்தை, கடவுளால் உருவாக்கப்பட்ட இந்த மாநிலத்தையோட அழகு மறுபடியும் கொண்டு வரலாம். எப்படி கொண்டு வருவோம்? ஃபர்ஸ்ட், உங்களுடைய எதிர்காலத்தை நீங்கள் எப்படி தக்க வைக்கணும், அதுக்கான முடிவு உங்கள் கையில் கொடுக்குறோம். We help you with that, how to secure your future. When I talk about you, I talk about the generation next. I talk about the youth which is stepping into the new life. அடுத்தது பெண்கள். நீங்கள் படிச்சிருக்கீங்க, வெளியில் போங்க, spread your wings, fly high. You have to achieve, break the glass ceiling, go through it and conquer the world. Here we give you the platform and tell you, let's make a new Kerala. ஒரு புதிய கேரளா உருவாக்குவோம். அண்ட் அதில் முக்கிய பங்கு பெண்களுக்கு இருக்குது. உங்களால் முடியும். நீங்கள் நினச்சா
உங்களால் நிச்சயமாக வெளியில் வர முடியும். ஒரு புதிய கேரளம் உருவாக்க முடியும். நம்மளுடைய அழகான மாநிலத்தை நம்மளால் காப்பாற்ற முடியும். இந்த அழகான மாநிலத்தோடைய அழகு திரும்பி கொண்டு வர முடியும். ஏன்னா பெண் சொன்னாலே ஒரு அழகு தான். அண்ட் பெண்களால் எது வேணாலும் சாதிக்க முடியும். ஸோ we give you that platform, women. Come out, speak out, go out, spread your wings, fly high. We are there to support you, most importantly to protect you. நீங்கள் நினச்சி பாருங்கள், அந்த மாநிலத்தில் இன்ஃப்ராஸ்ட்ரக்சர் சொல்கிறோம். நானும் பல தடவை கேரளா மாநிலத்துக்கு வந்துட்டு தான் இருக்கேன். ரோட்ஸ் நம்ம பேசியிருக்கோம். ஆனால் ரோட்ஸை நீங்கள் பார்த்தீங்கன்னா ஒரு ஏரியாலேருந்து இந்த ஏரியாவுக்கு போகிறதுக்கு ஏதோ ஒரு 3 மணி நேரம் ஒரு ஜேர்னி இருந்தால் அந்த ஜேர்னி வந்து 6 மணி நேரத்துக்கு மாறுது. அதுக்கு காரணம் வந்து ரோட்ஸ் சரியில்லை. எல்லோரும் கம்ப்ளைண்ட் பண்ணுறாங்க. நீங்கள் அங்கே இருக்கீங்க, உங்களுக்கே தெரியும். அதுக்கப்புறம் மற்ற இன்ஃப்ராஸ்ட்ரக்சர் பார்த்தீங்கன்னா இப்போ இருக்கிற மாநிலங்களில் எல்லா இடத்துலையும் நீங்கள் பார்த்தீங்கன்னா பாஜக மாநிலங்களில் எந்த அளவுக்கு ஒரு growth பார்த்துருக்கோம். There's so much has been brought into the state to let the state flourish. Every state needs to flourish. ஒவ்வொரு மாநிலம் முன்னேறினா தான் இந்த நாடு முன்னேற முடியும். இதுதான் பிரதமர் மோடி அவர்கள் தெளிவாக சொல்லியிருக்கிறாரு பல முறை. ஆனால் கேரளா மட்டும் ஏன் முன்னேற முடியல? Why Kerala still has been staggering behind when compared to other states? The reason being the ruling governments who have been coming to power back to back have not given that position or not allowed the state to grow. We have seen growth, but where is the growth? Within the party itself, within the party members themselves, within the ministry themselves. We don't see the growth in the state. Please tell us, in the last 6 years, any of the states where BJP is governing, or under the leadership of our Honorable Prime Minister Narendra Modi ji, if there's a single scam or a corruption which has hit the BJP? No. The answer is a very clear no. Nobody can turn around and point fingers at BJP and say there's a corruption charge. Allegations, that is bound to happen because people in the opposition have to do their duty of being in the opposition and give the charges. But the most important point is, have they been able to prove even one charge? We have seen whatever the allegations that have been put on us, we have cleared it and we have come absolutely clear of every allegations that have been levied against us. Now, this is what we talk about Pudiya Kerala, a corruption-free government. Why not allow Kerala to grow as a model state to different people of this country? Why not Kerala be in the front and say, here we are, the state of Kerala, God's own country, the beautiful state of Kerala, we are corruption-free, we have the best facilitated tourism, we have the best of roads, we have the best of infrastructure, we have the most important women coming forward and making a name for themselves. Why can't we reach that level? The answer is easy, you can. How do you do it? Think. When you're casting your vote, when you're thinking of voting, and let me tell you, casting your vote is your duty. Kerala இப்படி நம்மளால மாற்ற முடியுமா? நீங்கள் எல்லாரும் யோசிக்கலாம். Can we bring in that new Kerala? Of course you can. எண்டை கேரளாம் சொல்கிறோம், அதில் ஒரு சின்ன மாற்றம் கொண்டு வாங்க. எண்டை கேரளாமுக்கு பதிலாக புதிய கேரளாம், எண்டை புதிய கேரளாம்னு சொல்லிக்கிங்க. But that new Kerala is possible only if you decide. நீங்கள் முடிவு பண்ணாதான் அந்த புதிய கேரளம் எங்களால் உருவாக்க முடியும். நாங்கள் உங்களுக்கு வாக்குறுதி கொடுக்குறோம். இது மக்களுக்கு இந்தியாவில் மட்டுமில்லை, உலகத்திலே நீங்கள் எங்கே போனாலும் people say the people's leader, the most loved leader in the world is Prime Minister Narendra Modi ji. Believe him, trust him, just understand him and he'll give you all that you want. எண்டை கேரளம் புதிய கேரளம் மாற்றலாம். வேலை வாய்ப்பு, நிறைய இளைஞர்கள் ஏன் டுவர்ட்ஸ் சப்ஸ்டன்ஸ் அப்யூஸ் போகிறாங்க? ஏன்னா வேலை வாய்ப்பு அவங்களுக்கு கொடுக்கப்படலை. அந்த வேலை வாய்ப்பு நாங்கள் தரோம். ரோட்ஸ் சரிப்படுத்தி தரோம். உங்களுக்கு ஃப்ளைஓவர்ஸ், டிராஃபிக் ப்ராப்ளம் எக்கச்சக்க இருக்குது. அந்த டிராஃபிக் ப்ராப்ளம் சால்வ் பண்ணுறதுக்கு உங்களுக்கு ஃப்ளைஓவர்ஸ் பண்ணி தரோம். அதே மாதிரி ரயில்வேஸ் ட்ராக்ஸ், ஒரு இடத்துலேருந்து இன்னொன்று இடத்துக்கு போகும்போது பல மணி நேரம் ஆகுது. அந்த பல மணி நேரம் உங்களுடைய இந்த வாழ்க்கையில் ரொம்ப முக்கியமானது. அந்த வாழ்க்கையில் நீங்கள் வீணாக்க வேண்டாம். ஸோ we are going to give you lots of
railway connectivity. We promise you that. And most of all, we promise you a complete scam-free, corruption-free government, which is what BJP is known for, which is what and why our Honorable Prime Minister Narendra Modi ji is applauded world over. Now, how can we do that? புதிய கேரளம் எப்படி உருவாக்கணும்னா அதுக்கு ஒரு சின்ன விஷயமும் இருக்குங்க. உங்கள் மாநிலத்தில் நிறைய பேர் வேலைக்கு வந்தாக்கா நல்லாயிருக்கும். இப்போ பார்த்தீங்கன்னா அந்த மாநிலத்திலேருந்து நிறைய பேர் வெளியில் போகிறாங்க. ஏன்னா உங்களுக்கு வேலை வாய்ப்பு இல்லை, உங்களுக்கு அந்த மாதிரி இன்ஃப்ராஸ்ட்ரக்சர் இல்லை, உங்களுக்கு வேலை செய்கிறதுக்கு வாய்ப்பு கொடுக்கல, ஜாப் எம்ப்ளாய்மெண்ட்ஸ்க்காக உங்களுக்கு எதுவுமே உருவாக்கி கொடுக்கல, வேறு கம்பெனி அங்கே வரல, பவர் ப்ராஜெக்ட்ஸ் இல்லை, எதுவுமே இல்லை. ஸோ பீப்புள் ஃப்ரம் கேரளா ஆர் ஸ்டெப்பிங் அவுட் ஆஃப் தட் ஸ்டேட் looking for a very stable jobs. You need not leave your parents, you need not leave your home. நான் யாருக்குமே தன் இடம், தன் வீடு, தந்தை தாயை விட்டுட்டு வீட்டில் இருக்கிறவங்க குடும்பத்தை விட்டுட்டு வெளியில் போய் வேலை பார்க்குறதுக்கு வருஷத்துக்கு ஒரு தடவை வீட்டுக்கு வந்து அவங்கள சந்திக்கிறதுல யாருக்குமே ஆசை இருக்காது. We all love to be at home. We all love to have a loving family. இவ்வளோ கஷ்டப்படுறத வாழ்க்கையில் யாருக்காக? குடும்பத்துக்காக. குடும்பம் நல்லா இருக்கணும், அதுக்காக நாங்கள் உங்களுக்கு அந்த வாய்ப்பு தரோம். We will create jobs for you. We will bring in so much of infrastructure, we'll bring in so many companies and power projects where people will definitely find jobs in their own places, in your own state. You don't have to leave your state. அழகான அந்த கேரளா மாநிலத்தை விட்டுட்டு நீங்கள் வெளியில் வர வேண்டாம் உங்களுடைய வேலை தேடி. புதிய கேரளம் உருவாக்குனது எப்படின்னா அது உங்கள் கையில் தான் இருக்குது. உங்களால் முடியும். நீங்கள் நினச்சா அதை சாதிக்கலாம். இது வரைக்கும் யார் யாருக்கும் நீங்கள் வாக்களித்திருக்கீங்க. ஆனால் இந்த முறை நீங்கள் யாருக்கு வாக்களிக்கணும், நான் இவ்வளோ நேரம் பேசியிருக்கேன், அது எல்லாமே சிந்திச்சு பார்த்துட்டு ஒரு முறை யோசித்து பார்த்துட்டு நீங்கள் உங்களுடைய பொன்னான வாக்கு அளிங்க. உங்கள் வாக்கு தான் புதிய கேரளம் வேணுமா வேண்டாமான்னு முடிவு செய்யும். யாருக்கு வாக்களிக்கணும் உங்களுக்கே தெரியும், யாரை நம்பணும் உங்களுக்கே தெரியும். நான் சொல்லணுமா? இருந்தாலும் நம்மளுடைய பிரதமர் நரேந்திர மோடிஜி அவர்களை நம்புங்க. உங்களுடைய பொன்னான வாக்கு பாஜகவுக்கு கொடுங்க. புதிய கேரளம் மோடி கோப்பம். லெட்ஸ் vote for புதிய கேரளம். പുതിയ കേരളത്തിനായി താരറാണി ശ്രീമതി ഖുഷ്ബു സുന്ദറിന്റെ വാക്കുകൾ. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ദേശീയ ഗാനത്തോടൊപ്പം പുതിയ കേരളത്തിന്റെ ഇന്നത്തെ തുടക്കം നമ്മളിവിടെ തുടങ്ങുകയും പരിപാടി താൽക്കാലികമായി അവസാനിപ്പിക്കും.